ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരു സഞ്ചാരി ഒരു പുതിയ ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പുതിയ ജീവിതം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ അവിടെ എത്തിയത് തണുപ്പുള്ള സമയത്തായിരുന്നു. തടാകങ്ങളും നദികളും തണുത്തുറഞ്ഞ് മഞ്ഞുകെട്ടിയായി കിടക്കുന്ന ശൈത്യകാലം. അദ്ദേഹം ഒരു നദിയുടെ കരയിലെത്തി. ഈ നദി കടന്നു വേണം തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ. പക്ഷേ അതിശൈത്യം കാരണം നദി മഞ്ഞുകട്ടയാൽ മൂടിക്കിടക്കുകയാണ്. തൻ്റെ ഭാരം താങ്ങുവാൻ ഈ മഞ്ഞുകട്ടകൾക്കാകുമോ? പല പ്രാവശ്യം പലരും ഇങ്ങനെയുള്ള നദികളിൽ മുങ്ങി മരിച്ചതായി താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ നദി കടന്നേ തീരൂ. അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ തൻ്റെ പാദങ്ങൾ കൊണ്ട് മഞ്ഞുകട്ടയിൽ പതുക്കെ ചവിട്ടി. വളരെ ശ്രദ്ധയോടെ പതുക്കെ പതുക്കെ നടന്നു നീങ്ങി. അല്പദൂരം എത്തിയപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം കയറുവാൻ തുടങ്ങി. ഈ മഞ്ഞുകട്ടകൾ പൊട്ടി തണുത്തുറഞ്ഞ ഈ നദിയിൽ താൻ മുങ്ങി മരിക്കുമോ? അദ്ദേഹം നിലത്തിരുന്ന പ്രാണഭയത്താൽ കൈകുത്തി ഇഴഞ്ഞ് നീങ്ങുവാൻ തുടങ്ങി. ഇനിയും വളരെ ദൂരമുണ്ട് അക്കരയെത്താൻ. ഇപ്പോൾ മഞ്ഞുരുകിയാൽ സകലതും അവസാനിച്ചു. ഈ നദിയിൽ താൻ മുങ്ങി മരിച്ചാൽ ഒന്ന് കാണുവാൻ പോലും ആർക്കും കഴിയില്ല. അയാൾ നിലത്തുകിടന്ന് തൻ്റെ ശരീരത്തെ വലിച്ചുകൊണ്ട് നീങ്ങുവാൻ തുടങ്ങി. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. നല്ല ഒത്തവണ്ണവും നീളവുമുള്ള ഒരു കൃഷിക്കാരൻ ഒരു കുതിരവണ്ടിയിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ അനേകം കുതിരവണ്ടികളുണ്ട്. അവയിൽ നിറയെ വൈക്കോലും ധാന്യവും നിറച്ചിരിക്കുന്നു. ഒരു ഭയവുമില്ലാതെ ചൂളമടിച്ച് പാട്ടുകൾ പാടി സന്തോഷത്തോടെ നീങ്ങുന്ന ആ കൃഷിക്കാരനെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഇവർ രണ്ടുപേരുടെയും വ്യത്യാസം? കൃഷിക്കാരന് മഞ്ഞുകട്ടയുടെ ബലം എത്രയുണ്ടെന്നറിയാം. എന്നാൽ ആ സഞ്ചാരി മനസ്സിൽ വിചാരിച്ചത് അതേ മഞ്ഞുകട്ട ഇപ്പോൾ തകർന്നു വീഴും എന്നാണ്. പല പ്രാവശ്യം പോവുകയും വരികയും ചെയ്തിട്ടുള്ള ആ കർഷകന് നദിയെന്നോ ഐസുകട്ടയെന്നോ ഒരു വ്യത്യാസവുമില്ല. ജീവിത സാഹചര്യങ്ങളിൽ ഭയം നിറയുമ്പോൾ നാമും ഇഴയുവാൻ തുടങ്ങും. ദൈവം തുറന്നിട്ടിരിക്കുന്ന പുതിയ വഴികളിൽ പോലും ശക്തിയില്ലാതെ നാം ഇടറി വീഴും. എന്നാൽ കർത്താവ് നടത്തുന്ന വഴികളിൽ അവൻ്റെ കരുതലുണ്ടെന്ന് വിശ്വസിച്ചാൽ നാം പിന്മാറുകയില്ല. ആ ഉറപ്പാണ് നമ്മുടെ യാത്രകളെ സ്ഥിരപ്പെടുത്തുന്നത്. സങ്കീർത്തനം 121:2. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കുയർത്തുന്നു. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.